വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും വളരെയധികം ദുഃഖം പകരുന്ന ഒരു വാർത്തയായിരുന്നു ഇന്നലെ മുതൽ പുറത്തു വന്നത്. സ്കൂൾ ബസ് അപകടത്തിന് കാരണമായവരുടെ തപ്പിപ്പോകുമ്പോഴും നഷ്ടമായത് നീതിയുടെ കുടുംബത്തിന് തന്നെയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ. ഇപ്പോൾ സ്കൂൾ ബസ് അപകടത്തെ തുടർന്നുള്ള അന്വേഷണം തന്നെയാണ് സോഷ്യൽ മീഡിയയിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. വളക്കയിൽ ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിൽ ഇടയാക്കിയ സ്കൂൾ ബസ് അപകടത്തിന് കാരണം ഡ്രൈവറുടെ അശ്രദ്ധയെന്ന MVD ഉദ്യോഗസ്ഥർ റിയാസ് MT വാഹനത്തിന് യന്ത്ര തകരാറൊന്നും കണ്ടെത്താനായിട്ടില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി. അതേസമയം ബസ്സിന് രേഖാപരമായി ഫിറ്റ്നസ് ഇല്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപകട കാരണം ഡ്രൈവറുടെ അശ്രദ്ധയാണ് എന്ന പ്രാഥമിക നിഗമനവും ഉണ്ട്. ഫോൺ ഉപയോഗിച്ചതിനാൽ തന്നെ ശ്രദ്ധ പാളിയതാകാൻ സാധ്യതയുണ്ടെന്നും MVI ഉദ്യോഗസ്ഥൻ റിയാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. അശാസ്ത്രീയമായി തന്നെ നിർമ്മിച്ച റോഡും അപകട കാരണമായെന്ന നിഗമനമുണ്ട്. അതേസമയം സ്കൂൾ ബസ് അപകടത്തിൽ ആക്ഷേപം സർക്കാരിലേക്ക് നീങ്ങുകയാണ്. ഫിറ്റ്നസ് അവസാനിച്ച സ്കൂൾ ബസ്സുകൾക്ക് ഗതാഗത കമ്മീഷണർ ചട്ടവിരുദ്ധ കാലാവധി നീട്ടി നൽകി. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. വാഹനങ്ങളുടെ ഫിറ്റ്നസ് നീട്ടി നൽകാൻ കേന്ദ്ര സർക്കാരിന് മാത്രമാണ് അധികാരം. സ്കൂൾ ബസ്സിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ലെന്നും ഡിസംബറിൽ തീർന്നതാണെന്നും ഡ്രൈവർ നിസാം ഇന്നലെ പറഞ്ഞിരുന്നു. അപകടത്തിൽ മരിച്ച 5ാം ക്ലാസ് വിദ്യാർത്ഥിനി നേതിയുടെ സംസ്കാരം ഇന്ന് നടക്കും. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നേതിയ പഠിച്ച കൂറുമാത്തൂർ ചിന്മയ UP സ്കൂളിൽ പൊതുദർശനമുണ്ടാകും. അപകടത്തിൽ പരിക്കേറ്റ 18 കുട്ടികളിൽ ഭൂരിഭാഗം പേരും ആശുപത്രി വിട്ടു. ഡ്രൈവർ നിസാമും ആയ സുലോചനയും തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇറക്കത്തിൽ ബസിന്റെ നിയന്ത്രണം നഷ്ടമായതാണ് മറിയാൻ കാരണമെന്നാണ് ഡ്രൈവറുടെ മൊഴി. അപകടത്തിൽ കാലിനുൾപ്പെടെ പരിക്കേറ്റ ഡ്രൈവർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അപകടത്തിന്റെ കാരണം ഉൾപ്പെടെ വെളിപ്പെടുത്തിയത്. പതുക്കെയായിരുന്നു ഇറക്കം ഇറങ്ങിയിരുന്നത്. എന്നാൽ സെക്കൻഡ് ഗിയറിൽ പതുക്കെ ഇറങ്ങുന്നതിനിടെ ബ്രേക്ക് പോയി. ഇറക്കത്തിൽ വളവിൽ വെച്ചാണ് പെട്ടെന്ന് ബ്രേക്ക് പോയത്. ഹൈ ഗിയറിലിട്ട് വാഹനം പതുക്കെയാക്കാൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രണം നഷ്ടമായി. പിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മുന്നിലൊരു ഭാഗത്ത് കടയുണ്ടായിരുന്നു. നിയന്ത്രണം വിട്ടതോടെ ബസ് അരികിലേക്ക് നീങ്ങി വലതുവശത്തേക്ക് കുഴിയിലേക്ക് മറിഞ്ഞതോടെ പലതവണ മരക്കം മറിയുകയായിരുന്നു. ഒരു കുട്ടി ബസ്സിൽ നിന്ന് തെറിച്ചു വീണുവെന്ന് പിന്നീടാണ് അറിഞ്ഞതെന്നും ഡ്രൈവർ പ്രതികരിച്ചു. ഇതേ തുടർന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നതെങ്കിലും നിത്യ രാജേഷിന്റെ ചിത്രങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ നൊമ്പരം തന്നെയാണ്. അവളുടെ മാതാപിതാക്കൾക്ക് മാത്രമാണ് ആ നൊമ്പരം. അവളെ എല്ലാം ആഗ്രഹിച്ച് സ്കൂളിലേക്ക് പറഞ്ഞുവിട്ട മാതാപിതാക്കളുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ തന്നെയാണ് ദുഃഖമെന്ന് പറയാം. സോഷ്യൽ മീഡിയയിലടക്കം ഇന്നലെ മുതൽ ആ കുഞ്ഞിനെ വേണ്ടി ആദരാഞ്ജലി നേർന്നുകൊണ്ടെത്തുകയാണ്. ഇതിനോടകം തന്നെ കുഞ്ഞിന്റെ വാർത്ത പുറത്തു വന്നെങ്കിലും എല്ലാവർക്കും ഒരു ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. ഒരു ഗ്രാമത്തിനെയും നാടിനെയും മുഴുവൻ തന്നെ വിഷമത്തിലായിരുത്തിയാണ് ആ കുഞ്ഞിന്റെ മരണ വാർത്ത കടന്നുപോയതെന്ന് പറഞ്ഞേ മതിയാകും. കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നതും ഇത്തരത്തിൽ അവരുടേതല്ലാത്ത കുറ്റങ്ങളാൽ തന്നെ അനുഭവിക്കുന്നതുമൊക്കെ എല്ലാവരും തകർക്കുന്ന ഒന്നാണ്. അത്രമാത്രം എല്ലാവർക്കും വളരെയധികം ആഘാതമുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്.